ഗുഡ് മോർണിംഗ്. അപ്പോൾ സെക്കൻഡ് ഡേ ആരംഭിച്ചിരിക്കുന്നു. ഞാൻ കുളിച്ച് റെഡിയായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴെ പോകണം. എന്നിട്ട് നമ്മൾക്ക് കറങ്ങാൻ പോകണം. അപ്പോൾ ഇന്നത്തെ കാഴ്ച കാണാട്ടാ. ഇവിടെ ലഞ്ചായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതെന്ത് ഫ്ലേവറാ? മറ്റേ നമ്മളെ ടീൻ്റെ ഫ്ലേവറില്ല, ഒറിജിനൽ ടീ. ഏഴരയായി സമയം. എന്നിട്ട് ഇരുട്ട്. വെളിച്ചം വന്നിട്ടില്ല ഗൈസ്, വെളിച്ചം വന്നിട്ടല്ല. കുളിയൊക്കെ കഴിഞ്ഞു. പുറത്തിറങ്ങിയാൽ അറിയാം തണുപ്പാണോ ഒന്നും അറിയില്ല. ഒരു നല്ല ചൂട് കട്ടൻ. നല്ല കട്ടൻ. എണീറ്റില്ല. എണീക്കൂ എണീക്കൂ എണീക്കൂ, പോണ്ടേ, എണീക്കൂ എണീക്കൂ എണീക്കൂ. ഹലോ എണീക്ക്. ഇത് ചേച്ചി കുളിച്ചു. എണീക്ക് എണീ. ഇത് വൈൻ ഓപ്പൺ ആക്കുന്നതാണ്. അച്ഛൻ അതിന്റെ കഴുത്തിലില്ല. നല്ല ഭംഗി. ഇതെല്ലാം ഇവരുണ്ടാക്കുന്നതാ കൈ കൊണ്ട് ഇത് ചെയ്തിട്ട്. ബുള്ളറ്റിന്റെ നല്ല കണ്ടുണ്ടല്ലേ. ആ പോവാ പോവാ. ഇതെല്ലാം കരകൗശല സാധനങ്ങൾ. നല്ല തണുപ്പുണ്ട്. വാ, പിന്നെ ഈ സ്റ്റാച്ചു എന്തൊരു തണുപ്പ്. പിള്ളേരെടുത്ത് കുഞ്ഞിക്കിളി. ഇതിന്റെ ഉൾവശം. അങ്ങോട്ടേക്ക്
സൂപ്പർ. ഇതൊരു ഭംഗിയല്ലേ കാണാൻ? ഹലോ സുന്ദര, ഇന്നാ വീട്ടിൽ കൂട്ടിയാലോ? ആ റൂട്ടിലേ നമ്മളിപ്പോ വന്നേ അല്ലേ? വേണമെന്നില്ല. എനക്കറിയില്ല. അച്ഛൻ പറയുന്നതില്ലേ മലേന്റെ മുകളിൽ ഹസ്കി ഉണ്ട്. ആ പട്ടി തന്നെ ഹസ്കി എന്ന് വിളിക്കുന്നത്. പക്ഷെ അങ്ങനത്തെ പട്ടിയല്ല കണ്ടത് ഹസ്കി. ഫുൾ ഐസാണ്. പെയിൻറ്റിങ്സ് ഉണ്ട്, കുറേ പെയിൻറ്റിങ്സ് ഇവിടെ ഉള്ളവർ വരച്ച് വെച്ചിരിക്കുന്നത്. അടിപൊളി പെയിൻറ്റിങ്സ്. തണുത്തിട്ട് അയ്യോ ഗ്ലൗസ് എന്തൊരു തണുപ്പാന്നറിയാം. അച്ചു സൂപ്പർ. മൊത്തം ഐസാ. അയ്യോ എന്തൊരു തണുപ്പ് തോന്നുന്നു. നോക്കൂ, തണുപ്പ് വേണോ? വീട്ടിൽ പോവാല്ലേ? ഐസ് വേണോ? അമ്മ സ്ലിപ്പുണ്ട്. വെള്ളത്തിൽ കൊണ്ട് നോക്കണ ഇങ്ങോട്ട് പണിയുണ്ടോ? ഇത് പതിയില്ലേ, അതുപോലെ ഉണ്ട്. അതിൻ്റെ എല്ലാം മുകളിലുള്ളത് ചൂടുവെള്ളം. എൻ്റെ മേത്താക്കരുത്. രാമ പോയി ചോദിക്കാൻ പോയേ. അക്കു വീഴുന്ന എടുക്കണ്ട ആ പാട്ട്. ദേ പോന്നടാ അവൻ. പിടിച്ചോ പിടിച്ചോ. വേണ്ടത്തെ പണിയെടുത്ത് തണുപ്പ്. കോഫി അല്ലേ ഇത്? കോഫിയാണ്, കൊണിയാക്കല്ല. ചൂടൊന്നും കോഫി കുടിക്കുന്നു. ഐസില്ലൊരു കോഫി. വേറൊരു സ്ഥലം കൂടെ ഉണ്ടല്ലോ ആടാ. ഞാൻ എടുക്കുന്നുണ്ട്. അമ്മേ മറ്റേ ഇതാണ് അർമേനിയയിലെ വൈനറി. നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വൈൻ ഉണ്ടാക്കുന്നതെന്നും ഒക്കെ കാണാൻ പറ്റും. അവർ നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് വൈൻ ഉണ്ടാക്കുന്നതെന്ന്. നമുക്കിവിടെ എന്താ പറയുക, ടേസ്റ്റ് ചെയ്യാനും അവർ തരും. ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വാങ്ങിക്കാം. ഈ കാണുന്നതെല്ലാം വൈൻ നിറയ്ക്കുന്ന ബോട്ടിലുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുക, മണ്ണിൻ്റെ ഒരുപാട് പാത്രങ്ങളുണ്ട്. അതിലാണ് നമ്മൾ പണ്ട് നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. വലിയ എന്താ മാങ്ങയൊക്കെ നമ്മൾ ഉപ്പിലിട്ട് വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ മണ്ണിൻ്റെ പാത്രങ്ങൾ നല്ല ചിത്രപ്പണിയൊക്കെ ചെയ്തിട്ട് അവരിങ്ങനെ വച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല രസമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു രൂപത്തിലുള്ള മണ്ണിൻ്റെ കലം. ഈ വൈൻ ഒരുപാടുണ്ട് കേട്ടോ, വെറൈറ്റി വൈനുകളുണ്ട്. ഞാൻ 2 വൈനാണ് ടേസ്റ്റ് ചെയ്തത്.
അതിൽ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു വൈന്. എന്താ പറയുക, അവിടെ ഒരുപാട് മുന്തിരിയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ മുന്തിരി വൈനാണ് ഞാൻ വാങ്ങിച്ചത്. അവിടുത്തെ മരങ്ങളിലൊന്നും ഇലകളെല്ലാം പൊഴിഞ്ഞു പോയിരിക്കുകയാണ്, തണുപ്പ് സമയമായതുകൊണ്ട്. പിന്നെ ഞങ്ങൾ പോയത് 2 മൊണാസ്ട്രിയിലോട്ടാണ്. അർമേനിയയിൽ ഏറ്റവും കൂടുതൽ മൊണാസ്ട്രിയാണ് ഉള്ളത്, പുരാതനമായ മൊണാസ്ട്രികൾ. നല്ല ഭംഗിയാണ്. അപ്പോൾ പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.